ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ അഭിമാനത്തോടെ ഇന്ത്യ എന്ന് പറയും. ചൈനയെ വരെ നമ്മൾ പിന്നിലാക്കി. എന്നാൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഒരു വൻ ദുരന്തമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അതും മറ്റാരുമല്ല, സാക്ഷാൽ ഇലോൺ മസ്ക് ആണ് ഇപ്പോൾ ഇന്ത്യയെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നത്. അതെ, ഇന്ത്യയിലെ ജനന നിരക്ക് അല്ലെങ്കിൽ ബർത്ത് റേറ്റ് അതിവേഗം താഴേക്ക് പതിക്കുകയാണ്. ഇന്ത്യയുടെ ബർത്ത് റേറ്റ് ഇപ്പോൾ റീപ്ലേസ്മെന്റ് ലെവലിനും താഴെയാണ് എന്നാണ് മസ്കിന്റെ മുന്നറിയിപ്പ്. അതായത് മരിക്കുന്നവരുടെ എണ്ണത്തിനനുസരിച്ച് ഇവിടെ പുതിയ കുട്ടികൾ ജനിക്കുന്നില്ല എന്ന. ഇതെന്താണ് സംഭവം? ഇന്ത്യയിൽ ഇനി ആളുകൾ കുറയുമോ, അതോ മസ്ക് വെറുതെ ഭ്രാന്ത് പറയുന്നതാണ്? 2026 ജൂണിലെ ഏറ്റവും പുതിയ ഗവൺമെന്റ് റിപ്പോർട്ടുകൾ വെച്ച് നമുക്ക് ഈ ഒരു പോപ്പുലേഷൻ മിസ്റ്ററി ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കാര്യം മനസ്സിലാക്കാം. സെൻട്രൽ ഗവൺമെന്റിന്റെ ഏറ്റവും പുതിയ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം SRS റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് TFR, അതായത് ഒരു സ്ത്രീ തന്റെ ജീവിതകാലത്ത് പ്രസവിക്കുന്ന കുട്ടികളുടെ ശരാശരി എണ്ണം 1.9 ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. ട്വിസ്റ്റ് ഇവിടെയാണ്. ഒരു രാജ്യത്തെ ജനസംഖ്യ അതേപടി നിലനിർത്തണമെങ്കിൽ ഈ ഒരു റേറ്റ് 2.1 എങ്കിലും ആയിരിക്കണം. ഇതിനെയാണ് നമ്മൾ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് അച്ഛനും അമ്മയും മരിക്കുമ്പോൾ പകരം നിൽക്കാൻ 2 കുട്ടികൾ വേണം. എന്നാൽ ഇന്ത്യയിൽ അത് 1.9 താഴ്ന്നു. അതായത് ഒരു പതിറ്റാണ്ട് മുൻപ് 2.3 ആയിരുന്ന സ്ഥാനത്ത് നിന്നാണ് രാജ്യം ഇത്രയും പെട്ടെന്നുള്ള ഇടിവിലേക്ക് പോയത്. ഇതിനർത്ഥം ഭാവിയിൽ ഇന്ത്യയുടെ ജനസംഖ്യ കൂടുകയല്ല, മറിച്ച് കുറയാൻ പോവുകയാണ്. ദി ഇക്കണോമിസ്റ്റും യുണൈറ്റഡ് നേഷൻസും ഒക്കെ ഇതേ കാര്യമാണ് പറയുന്നത്. ഇലോൺ മസ്ക് പണ്ടേ പോപ്പുലേഷൻ കൊളാപ്സ് അല്ലെങ്കിൽ ജനസംഖ്യാ തകർച്ചയെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയാണ്. മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഇതാണ് എന്നാണ് മസ്ക് പറയുന്നത്. മസ്ക് തന്റെ എക്സ്പോസ്റ്റിലൂടെ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവർക്കിടയിൽ ഈ ജനന നിരക്ക് വർഷങ്ങൾക്ക് മുൻപേ റീപ്ലേസ്മെന്റ് ലെവലിനും താഴേക്ക് പോയിരുന്നു. എന്തുകൊണ്ടാണ് മസ്ക് ഇത് പറയുന്നത്? കാര്യം സിമ്പിൾ ആണ്. ജനസംഖ്യ കുറയുമ്പോൾ രാജ്യത്തെ വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ശേഷിയുള്ള യുവാക്കളുടെ എണ്ണം കുറയും. രാജ്യം മുഴുവൻ വയസ്സന്മാരെ കൊണ്ട് നിറയും. ജപ്പാനിലും ചൈനയിലും ഇപ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. അതുകൊണ്ട് വലിയൊരു സാമ്പത്തിക തകർച്ചയുണ്ടാകും. ഇന്ത്യ പോലുള്ള ഒരു ഡെവലപ്പിംഗ് ഇക്കണോമിക്ക് ഇത് താങ്ങാൻ കഴിയില്ല. എന്നാൽ ഈ റിപ്പോർട്ടിലെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണ് എന്നറിയാമോ? ഇന്ത്യ മുഴുവൻ ഒരേപോലെയല്ല. ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ഡെമോഗ്രാഫിക് ഡിവൈഡ് ഉണ്ട് എന്ന് വ്യക്തമാണ്. അതായത് വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയും 2 തട്ടിലാണ്. നമ്മുടെ രാജ്യത്തെ തലസ്ഥാനമായ ഡൽഹിയിലെ TFR വെറും 1.2 ആണ്. യൂറോപ്യൻ രാജ്യമായ ഫിൻലൻഡിനേക്കാൾ താഴെയാണത്. കേരളം, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ എന്നിവിടങ്ങളിൽ ഇത് 1.3 ആണ്. ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും പഞ്ചാബിലും 1.4. അതായത് തെക്കൻ സംസ്ഥാനങ്ങൾ അതിവേഗം ഏജിംഗ് പോപ്പുലേഷൻ അല്ലെങ്കിൽ പ്രായമായവരുടെ നാടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ തന്നെ 60 വയസ്സിന് മുകളിലുള്ളവർ 15.1% കഴിഞ്ഞു. അതേസമയം വടക്കോട്ട് നോക്കുകയാണെങ്കിൽ കഥ മാറും. ബീഹാർ ആണ് ഈ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിലുള്ളത്. TFR എന്ന് പറയുന്നത് 2.9 ആണ്. ഉത്തർപ്രദേശിൽ ഇത് 2.6 ആണ്. മധ്യപ്രദേശിൽ 2.4. ഈ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബീഹാറിലെ 1/3 ജനങ്ങളും 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ജനസംഖ്യാ സ്ഥിരത പരിധിയായ 2.1 മുകളിൽ നിൽക്കുന്ന വലിയ സംസ്ഥാനങ്ങൾ ഇവ മാത്രമാണ്. ഇവിടുത്തെ സാമൂഹിക പശ്ചാത്തലവും വിദ്യാഭ്യാസ നിലവാരവും സാമ്പത്തിക സാഹചര്യങ്ങളുമാണ് ഉയർന്ന ജനന നിരക്കിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ കുട്ടികൾ വേണ്ട എന്ന് വെക്കുന്നത്? എക്സ്പേർട്സ് ഇതിന് ചില പ്രധാന കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് വിമൻ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റ്. അതായത് സ്ത്രീകൾ കൂടുതൽ വിദ്യാഭ്യാസം നേടുകയും ജോലിക്ക് പോവുകയും ചെയ്യുമ്പോൾ വിവാഹപ്രായം ഉയരുന്നു. റിപ്പോർട്ട് പ്രകാരം 73.5% സ്ത്രീകളും 21 വയസ്സിന് ശേഷമാണ് ഇപ്പോൾ വിവാഹം കഴിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം ഹെൽത്ത് കെയർ ആക്സസ് ആണ്. ഗവൺമെന്റിന്റെ മികച്ച ഫാമിലി പ്ലാനിംഗ് രീതികളും 95.4 പ്രസവങ്ങളും ഹോസ്പിറ്റലുകളിൽ നടക്കുന്നതുമൊക്കെ ശിശുമരണ നിരക്ക് കുറച്ചു. കുട്ടികൾ മരിച്ചു പോകുമെന്ന പേടിയില്ലാത്തതിനാൽ പണ്ടത്തെ പോലെ ഒരുപാട് കുട്ടികളെ ആരും പ്രസവിക്കുന്നില്ല. ഇത്രയധികം ജനന നിരക്ക് കുറഞ്ഞിട്ടും ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യ എന്തുകൊണ്ടാണ് പെട്ടെന്ന് കുറയാത്തത് എന്ന സംശയം ആർക്കും ഉണ്ടായേക്കാം. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ജനസംഖ്യ ചലനാത്മകത, അതായത് പോപ്പുലേഷൻ മൊമെന്റം എന്ന സയന്റിഫിക് പ്രതിഭാസമാണ്. കഴിഞ്ഞ ദശകങ്ങളിലെ ഉയർന്ന ജനന നിരക്കിന്റെ ഫലമായിട്ട് നിലവിൽ ഇന്ത്യയിൽ കുട്ടികൾക്ക് ജന്മം നൽകാൻ പ്രായമുള്ള യുവാക്കളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രജനന നിരക്ക് കുറഞ്ഞാലും ഈ വലിയ യുവതലമുറ കാരണം അടുത്ത ഏതാനും വർഷങ്ങളിലേക്ക് ജനസംഖ്യയിൽ ചെറിയ വർധനവ് തുടർന്നുണ്ടാകും. ചൈനയെ മറികടന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയ ഇന്ത്യയിൽ നിലവിൽ 145 കോടിയിലധികം ജനങ്ങളുണ്ട്. എന്നാൽ വരും പതിറ്റാണ്ടുകളിൽ ഈ വളർച്ചാ നിരക്ക് പൂർണ്ണമായും മന്ദഗതിയിലാവുകയും ഒരു നിശ്ചിത പരിധിക്ക് ശേഷം ജനസംഖ്യ കുത്തനെ കുറയാൻ തുടങ്ങുകയും ചെയ്യും.
ലോങ് ടേമിൽ നോക്കുമ്പോൾ ഈ ഒരു ജനസംഖ്യാ വ്യതിയാനം രാജ്യത്തിന്റെ ഇക്കണോമിയെയും തൊഴിൽ മേഖലയും അതുപോലെ സാമൂഹിക ഘടനയും വളരെ സാരമായിട്ട് ബാധിക്കും. നിലവിൽ ഇന്ത്യ തങ്ങളുടെ യുവാക്കളുടെ കരുത്തിലാണ് ആഗോളതലത്തിൽ സാമ്പത്തിക കുതിപ്പ് നടത്തുന്നത്. ഇതിനെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് അഥവാ ജനസംഖ്യാപരമായ ലാഭം എന്നാണ് വിളിക്കുന്നത്. എന്നാൽ വരും ദശകങ്ങളിൽ ജനനനിരക്ക് കുറയുന്നതോടെ യുവാക്കളുടെ എണ്ണം കുറയുകയും പ്രായമായവരുടെ എണ്ണം വളരെ വേഗത്തിൽ വർദ്ധിക്കുകയും ചെയ്യും. ഇത് രാജ്യത്തിന് വലിയൊരു സാമ്പത്തിക ബാധ്യതയായി മാറും. ജോലി ചെയ്യുന്ന പരിമിതമായ ആളുകളുടെ മേൽ വലിയ നികുതി ബാധ്യത വരികയും പ്രായമായവർക്കുള്ള പെൻഷനും ആരോഗ്യ പരിപാലനത്തിനുമുള്ള ഫണ്ട് കണ്ടെത്താൻ സർക്കാരുകൾ ബുദ്ധിമുട്ടുകയും ചെയ്യും. ഇന്ന് ജപ്പാനും ദക്ഷിണ കൊറിയയും ഒക്കെ അഭിമുഖീകരിക്കുന്ന അതേ പ്രതിസന്ധിയിലേക്കാണ് നാളെ ഇന്ത്യയും നടന്നു നീങ്ങുന്നത് എന്ന് ചുരുക്കം. ഈ പുതിയ യാഥാർത്ഥ്യം നമ്മുടെ മുൻപിൽ വെക്കുന്നത് വലിയ ചില വെല്ലുവിളികളാണ്. ജനസംഖ്യാ നിയന്ത്രണത്തിനായിട്ട് പണ്ട് നടപ്പിലാക്കിയ കർശനമായ നിയമങ്ങൾ ഇനി രാജ്യത്തിന് അനുയോജ്യമല്ല എന്ന് ഈ റിപ്പോർട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വരും വർഷങ്ങളിൽ പ്രായമാകുന്ന ജനസംഖ്യയെ എങ്ങനെ സംരക്ഷിക്കണമെന്നും യുവതലമുറയുടെ കുറവ് എങ്ങനെ നികത്തണമെന്നുമുള്ള കാര്യങ്ങളിൽ ഭരണകർത്താക്കൾ ഇപ്പോൾ മുതൽ തന്നെ കൃത്യമായ ആസൂത്രണം നടത്തേണ്ടിയിരിക്കുന്നു. മനുഷ്യ വിഭവശേഷിയുടെ ക്വാളിറ്റി ഉയർത്തുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുക മാത്രമാണ് ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഏക മാർഗം. ജനസംഖ്യാ വർധനവിനെ കുറിച്ചുള്ള പഴയ മിഥ്യാധാരണകൾ വെടിഞ്ഞ് മാറുന്ന ഈ ഒരു സാമൂഹിക വ്യവസ്ഥിതിയെ ഉൾക്കൊള്ളാനും അതനുസരിച്ച് നയങ്ങൾ രൂപീകരിക്കാനും രാജ്യം തയ്യാറാകേണ്ടതുണ്ട്. വരാനിരിക്കുന്ന തലമുറകളുടെ സുരക്ഷിതത്വവും രാജ്യത്തിന്റെ സുസ്ഥിരമായ വികസനവും ഉറപ്പാക്കാൻ ഈ ജനസംഖ്യാ മാറ്റത്തെ അതീവ ഗൗരവത്തോടെ കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ഇന്ത്യയുടെ ജനസംഖ്യ പെട്ടെന്നൊന്നും ഇല്ലാതാകില്ല. നമ്മളിപ്പോൾ തന്നെ 146 കോടിയിലധികമുണ്ട്. പക്ഷേ വരാൻ പോകുന്ന 20 മുതൽ 30 വർഷങ്ങളിൽ ഇന്ത്യ വലിയൊരു പ്രതിസന്ധി നേരിടും. ഒരു വശത്ത് പ്രായമേറുന്ന ദക്ഷിണേന്ത്യ, മറുവശത്ത് യുവാക്കൾ നിറഞ്ഞ ഉത്തരേന്ത്യ. ലേബർ ഫോഴ്സിലെ കുറവും സോഷ്യൽ വെൽഫെയർ സ്കീമുകളുടെ ഭാരവും ഇന്ത്യക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഭാവി എന്ന് പറയുന്നത്. ഇലോൺ മസ്ക് കാട്ടിയ ഭയം വെറുതെ അല്ല എന്ന് ചുരുക്കം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.